ഹലോ! എല്ലാവർക്കും നമസ്കാരം പറയുന്നതിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശബരിമല വനത്തിലെ ആ കുളവും പക്ഷികളുടെ സൗണ്ടും ഒക്കെ കേൾപ്പിച്ച ആ വീഡിയോ ഇല്ലേ? അത് ഒരുപാട് ആൾക്കാർ കണ്ടു. അത് ലൈക്കും കമൻറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കാണാത്ത ആൾക്കാരൊക്കെ കയറി കാണണം. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ആ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ആ എനർജിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും കാണണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കാണാം. ഇത് നമ്മളെവിടെയാണെന്നറിയോ? മറൈൻ എക്സ്പോ നടക്കുന്നിടത്ത്. നമ്മുടെ നാമ്പടത്ത് വന്നതാ. 120 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ഇത്ര അടുത്ത് വന്നപ്പോൾ നമുക്കും പോയി കാണണ്ടേ. അപ്പോൾ അവിടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നഷ്ടമായൊന്നുമില്ല. 120 രൂപ മുടക്കിയതിനേക്കാൾ കൂടുതൽ തന്നെ കാണാനുണ്ട്. വെളിയിൽ നിന്ന് നോക്കുമ്പം ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ദാണ്ട കൂടാരത്തിൻ്റെ അകത്ത് കുറേ ഉണ്ട് കാഴ്ചകൾ. അപ്പോൾ നമുക്ക് പോയി കാണാം. ഇതൊക്കെ ഓരോരുത്തർ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാ കയറി ചെല്ലുമ്പോഴേ ഇവിടെ 3-4 ടൈപ്പ് റോബോട്ടുകളുണ്ട്. ഇതാ ഇതിൻ്റെ കണ്ണിൻ്റെ അകത്തെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വീട്ടിലോട്ട് ഒരെണ്ണത്തിനെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുക്കാമായിരുന്നല്ലേ. എനിക്കങ്ങനെയൊക്കെയാണ് തോന്നിയത്. പിന്നെ ഇതേ പിള്ളേരെയൊക്കെ അവിടെ നിന്നവരെല്ലാം ആകർഷിച്ചതും വലിയ സ്റ്റാറായിട്ട് നിന്നതും ദേ ഇവനാണേ. കൈയൊക്കെ കൊടുക്കുന്നത് കണ്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് തന്നെയല്ല, എല്ലാവർക്കും. പിന്നെ എല്ലാവരും കൈ കൊടുക്കാനായിട്ട് നോക്കുമായിരുന്നു. ഇതൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. നമ്മളേതായാലും അവിടെ പോയി കാണാൻ പോകുന്നില്ലല്ലോ. നമ്മുടെ അടുത്ത് വന്നപ്പം നമ്മൾ കാണണ്ടേ. ഈ കുഞ്ഞ് റോബോട്ടുകളൊക്കെ കണ്ടോ. ഇവർക്ക് ചാർജ് ഇല്ലായിരുന്നു. ഇവരൊക്കെ ഡാൻസ് കളിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇത് എന്താ കളറല്ലേ. ഇതിൻ്റെയൊക്കെ പേരുണ്ട്. സൺ പാരക്കീറ്റ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചതാണ്. പിന്നെ ചീക്ക്ഡ് പാരക്കീറ്റ്, പിന്നെ കോങ്കോ ഗ്രേ പാരറ്റ്, കണ്ടോ. ഇതൊക്കെ തത്തയുടെ ഓരോ വകഭേദം. അമേരിക്കയിൽ നിന്ന് വന്നത്, ഓസ്ട്രേലിയൻ. ഇതാണ് കോങ്കോ ഗ്രേ പാരറ്റ്. ഇത് സൺകൂനൂർ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന് വെസ്റ്റേൺ ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. കോപ്പിഡ് എന്നൊക്കെ പേരുണ്ട്. എന്തൊക്കെ പേരല്ലേ. പിന്നെ ഇതാണ് പോക്കറ്റ് മങ്കി എന്നൊക്കെ അറിയപ്പെടുന്നത്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇവനെയൊക്കെ കാണാൻ ആദ്യമായിട്ട് കാണുമായോണ്ട് ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വേറെ പേരുണ്ട് കേട്ടോ. ഞാനിപ്പം എളുപ്പത്തിൽ പോക്കറ്റ് മങ്കി എന്നൊക്കെയാണ് പറയുന്നത്. മാർക്കോസെറ്റ് എന്നൊക്കെയാണ് ഇവൻ്റെ പേര്. പിന്നെ ഇതാണ് നമ്മുടെ ഇഗ്വാന. സസ്യബുക്കാണ്. കണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ. ഗ്രീൻ ഇഗ്വാന എന്നാണ് ഇവൻ്റെ പേര് തന്നെ. എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയത്തില്ലാത്ത പോലത്തെ ഇരിപ്പാണ്. എല്ലാവരും വന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ യാതൊരു അനക്കവും ഇല്ല. ഇതേപോലുള്ള ഇരിപ്പാണ്. കണ്ട കണ്ണൊക്കെ തുറന്നായിരിക്കുന്നത്. അങ്ങനെ ഇങ്ങോട്ട് വന്നതേ നമ്മുടെ മുയൽ. പിന്നെ ഒട്ടകപ്പക്ഷി. അതും ഭയങ്കര ഇത്രയും വലിപ്പമുള്ളൊരു പക്ഷീനെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ വലിപ്പം. പിന്നെ അതിൻ്റെ ശബ്ദവും വരവും ഒക്കെ കണ്ടാൽ തന്നെ പേടിയാകും. ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ അവൻ ഓടി വന്ന്. അപ്പം നമ്മൾ ഒട്ടകപ്പക്ഷീനെ നമ്മൾ ഇത്ര അടുത്ത് കണ്ടു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി കാണാൻ പോകുന്നത് താറാവ്. അതിനൊക്കെ നമ്മൾ കാണുന്നല്ലേ. പിന്നെ ഫിഷിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അടിപൊളി. എല്ലാം എന്താ രസമല്ലേ. കാണാൻ തന്നെ എന്താ ഭംഗി. ഇവനാണ്. എന്താ വലിപ്പമെന്നറിയോ. ഇത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന അരാപ്പൈമ എന്ന് പറയുന്ന ഫിഷാന്ന് തോന്നുന്നു. ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചില്ലിൻ്റെ അകത്തൂടെ കളർ മീനുകൾ പോകുന്ന എന്താ രസം. പാമ്പിനെ പോലെ പോകുന്ന ഇവൻ്റെ പേരെന്താണെന്നറിയോ. ഇതിനെ കാണുന്ന പോലെ തന്നെ അവൻ്റെ പേര് ഇച്ചിരി കടുകെട്ടിയ കിഡാക്കോ മൊറേ എന്നൊക്കെയാണ് പേര്.
എന്തായാലും കൊള്ളാം. കണ്ട തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാധനം. ഇത് പിന്നെ നമ്മുടെ ലോബ്സ്റ്റർ കടൽ ജീവിയാണ്. ഇത് തന്നെ ഷേപ്പ് പോലെ തന്നെ സ്റ്റാർ ഫിഷ്. അടുത്തത് നമ്മുടെ തെരണ്ടിയല്ലേ കിടക്കുന്നേ. പിന്നെ തണ്ടേ ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നമുക്കത് വിടാം. പിന്നെ തണ്ട് ഇവിടെ നല്ലൊരാൾക്കൂട്ടം നോക്കിയപ്പോൾ തണ്ടേ നമ്മുടെ മത്സ്യകന്യക. കുട്ടികൾക്കൊക്കെയും വലിയവർക്കെല്ലാം ഒരു പ്രത്യേക ഒരു കൗതുക കാഴ്ച. അവരും എന്ത് കഷ്ടപ്പാടല്ലേ ഇങ്ങനെ നിന്ന്. ചിരിക്കുന്നൊന്നുമില്ല. ഞാൻ നോക്കിയപ്പം എനിക്ക് തോന്നി ഇത്രയും പേര് ആൾക്കാരെ നിന്നിട്ട് ചിരിക്കുന്നൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ അവരുടെ ജോലിയുടെ ഭാഗമായിരിക്കും. കുറേ കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്നു, പിന്നെ അവർ ശ്വാസം വിട്ടിട്ട് താഴോട്ട് വരുന്നു. അങ്ങനെ നമുക്ക് അവരെയും കണ്ട് അടുത്ത തേണ്ടേ കോട്ടൻ കാൻഡി ഉണ്ടാക്കുന്നുണ്ട്. അത് മേടിക്കാനായിട്ട് കുഞ്ഞാറ്റ അവിടെ നിൽക്കുവാണ്. ഇത് ഉണ്ടാക്കുന്ന കണ്ട് മേടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സൈഡിലോട്ട് മാറാം. പിന്നെ നല്ലൊരു കട്ടിൽ, പിന്നെ പപ്പടങ്ങൾ, പിന്നെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഓടിച്ചിട്ട് കാണിക്കാം. ഇതൊക്കെ പിന്നെ ഞാൻ പേരൊന്നും എടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതൊക്കെ അല്ലേ. പിന്നെ ഈ മസാല പുരട്ടി വെച്ചേക്കുന്നതൊക്കെ കശുവണ്ടിയാണ്. 900 രൂപയാണെന്നും പറഞ്ഞാൽ അത് മാത്രം ആർക്കും കഴിക്കാൻ കൊടുക്കുന്നില്ല, ബാക്കിയെല്ലാം കഴിക്കാൻ കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ബാഗുകൾ, കളർഫുള്ളായ ബാഗുകളൊക്കെ അതേ താഴെയായിട്ട് തൂക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ കുട്ടികളൊക്കെ വന്ന് പിടിച്ചോളൂല്ലോ. പിന്നെ കളർഫുൾ ചെരുപ്പുകൾ, പഴയകാല മിഠായികൾ, അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചെടികൾ, അച്ചാറുകൾ, പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ. അതും കഴിഞ്ഞ് ദേൻ്റെ ആ കറങ്ങുന്നതത്തെ കയറാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഞങ്ങൾ രണ്ടുപേരും കയറാനായിട്ടൊക്കെ പോയി. കയറി മേളിൽ പോയി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേന് ഫോണിൻ്റെ ചാർജ് തീർന്നു, ഓഫായി. കുറച്ച് ഫുഡിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.